അത്യന്തികമായ വിധേയത്വം എന്നുള്ള ശബത്ത് സ്കൂൾ പാഠപഠനത്തിലേക്ക് മാന്യപ്രേക്ഷകർ ഏവർക്കും സ്വാഗതം. ഈ ചർച്ചയിൽ പങ്കുചേരുവാനായി കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ പാസ്റ്റർ രാജേഷ് ശശിധരൻ, പാസ്റ്റർ ഡോണി മാത്യു അവർ നമ്മളൊപ്പം ചേരുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം. അത്യന്തികമായ വിധേയത്വം എന്നുള്ളതായ ഈ പാഠപഠനത്തിൽ അതിൻ്റെ പ്രധാനപ്പെട്ടതായ വാക്യം, മനഃപ്പാഠ വാക്യം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യമാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ പാഠപഠനത്തിൽ പ്രത്യേകിച്ച് ഇസ്രായേൽ ജനങ്ങളോട് ദൈവം അവരുടെ 2-ാം തലമുറയോട്, വിശേഷമായി പ്രത്യേകിച്ച് 2-ാം തലമുറയെ പരിച്ഛേദന കഴിപ്പിക്കണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? പരിച്ഛേദന എന്നാൽ എന്ത് എന്ന് ആദ്യം ഒന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയാണെങ്കിൽ നന്നായിരിക്കും. ഓക്കെ. പരിച്ഛേദന ദൈവം ആവശ്യപ്പെട്ടത്, അത് ദൈവത്തിൻ്റെ ജനം എന്നുള്ളതായ ഒരു വേർതിരിവുണ്ടാകേണ്ടതിന് വേണ്ടി അവർക്കൊരു അടയാളമായിട്ട് ദൈവം കൊടുത്തതാണ്. ദൈവത്തിൻ്റെ ജനത്തെ തിരിച്ചറിയുവാനുള്ള ഒരു അടയാളമായിട്ട് മോശയോട് ദൈവം പറഞ്ഞിരുന്നു. അബ്രഹാമിൻ്റെ കാലത്ത് അബ്രഹാമിനോട് ദൈവം പറഞ്ഞിരുന്നു. അബ്രഹാമിൻ്റെ മക്കളെ പരിച്ഛേദന ചെയ്തിരുന്നു. അങ്ങനെ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുന്ന സമയത്തും അവിടെയുള്ള എല്ലാവർക്കും പരിച്ഛേദന ഏൽക്കേണ്ടി വന്നു. പിന്നീട് അവരുടെ 40 വർഷത്തെ യാത്രയിൽ മരുഭൂമിയിൽ ജനിച്ചവരുടെ ഒന്നും പരിച്ഛേദന നടത്തിയിരുന്നില്ല. അതുകൊണ്ടാണ് യോശുവയുടെ സമയത്ത് പിന്നീട് ഇവരെല്ലാം ആ സമയത്ത് ജനിച്ചവർക്കെല്ലാം 2-ാം തലമുറയ്ക്ക് വീണ്ടും പരിച്ഛേദന ഏൽക്കണമെന്ന് ദൈവം ആവശ്യപ്പെടുന്നത്. എന്നാൽ ഈ പരിച്ഛേദന എന്ന് പറയുന്നത് വെറുതെ ഒരു ആചാരം മാത്രമല്ല, അത് ദൈവവും ദൈവത്തിൻ്റെ ജനവും തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ്. അവർ ഒരു പ്രത്യേക ബന്ധത്തിൽ, ഒരു സ്പെഷ്യൽ റിലേഷൻഷിപ്പിൽ ദൈവം ആയിട്ടിരിക്കുന്നതിൻ്റെ ഒരു അടയാളമാണ്. ഈ ദേശത്തിൻ്റെ ഉടമസ്ഥൻ ദൈവമാണെന്നും അവർക്ക് നൽകുന്നതെല്ലാം ദൈവം അവർക്ക് ദൈവത്തിൽ നിന്ന് ലഭ്യമാണെന്നും ഓരോ ദിവസവും അവർക്ക് ലഭിക്കുന്നതായ നന്മകൾക്ക് പ്രതികാരമായി അല്ലെങ്കിൽ മറുപടിയായി ദൈവത്തോട് നന്ദിയുള്ളവരായി അവർ വസിക്കണമെന്നുമുള്ളതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലിൻ്റെ അടയാളമായിട്ടാണ് ഈ പരിച്ഛേദനയെ ദൈവം നൽകിയത്. അത് തുടർന്നുള്ള തലമുറയ്ക്കും ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ ആവശ്യപ്പെട്ടത്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ദൈവം നമ്മളുമായിട്ടുള്ള ഒരു അടയാളം, നല്ലൊരു ഉത്തരമാണ്. ദൈവത്തെ എപ്പോഴെങ്കിലും നമ്മൾ മാറ്റി നിർത്തേണ്ടതായ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെങ്കിലും പാസ്റ്ററിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ പൊതുവായിട്ട് ആരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടായതായ അങ്ങനെയുള്ള അറിവുണ്ടോ? അതിനെക്കുറിച്ചൊന്ന് പങ്കുവെക്കാമോ? നമ്മുടെ തിരക്കേറിയ ഈ ജീവിത സാഹചര്യങ്ങളിൽ, പ്രത്യേകിച്ചും ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടങ്ങളിൽ ദൈവത്തെ പൊതുവെ ജനങ്ങൾക്ക് മറന്നുപോയിരിക്കുന്നു. പൊതുവെയുള്ള ഒരു കാര്യമാണ്. ഇന്ന് മറ്റെല്ലാ തലമുറയെ പോലെ തന്നെയാണ് നമുക്കും 24 മണിക്കൂർ. അവർക്ക് അധിക സമയം, നമുക്ക് കുറച്ച് സമയം എന്നൊന്നില്ല. എല്ലാ കാലത്തും ദൈവം കൊടുത്ത അതേ സമയം തന്നെയാണ് ഈ തലമുറയിൽ നമ്മളും അനുഭവിക്കുന്നത് ഓരോ ദിവസവും. പക്ഷേ ഇന്ന് തിരക്കേറിയ അനുഭവങ്ങളാൽ എന്തൊക്കെയോ വെട്ടിപ്പിടിക്കുവാനുള്ള വെപ്രാളത്തിൽ നാം ദൈവമായുള്ള ബന്ധത്തിന് വല്ലാത്ത കോട്ട അല്ലെങ്കിൽ വല്ലാത്തൊരു കോട്ടം തട്ടിയിരിക്കുന്നു. രാവിലെകളിൽ വൈകുന്നേരങ്ങളിലായ നമ്മുടെ സ്വകാര്യമായ പ്രാർത്ഥനകളില്ല, ശാബത്ത് സ്കൂൾ പാഠമാരും പഠിക്കുന്നില്ല, സ്വകാര്യമായ പ്രാർത്ഥന ശുശ്രൂഷകൾ അല്ലെങ്കിൽ വ്യക്തിപരമായി അബ്രഹാമും ദാനിയേലുമൊക്കെ ദൈവത്തോട് അത്രയും തിരക്കേറിയ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്നവർ എങ്കിൽ പോലും അവർ ദൈവത്തോട് വ്യക്തിപരമായി പ്രാർത്ഥനയിൽ ഇടപെട്ടതുപോലെയുള്ള പ്രാർത്ഥന അനുഭവം ഇന്ന് പലർക്കും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം നമ്മെ തിരക്കുള്ളവരാക്കി തീർക്കുക എന്ന പിശാചിൻ്റെ തന്ത്രത്തിൽ നമ്മളെല്ലാവരും കുടുങ്ങിപ്പോയിരിക്കുകയാണ്. അന്നും തിരക്കുണ്ട്, ഇന്നും തിരക്കുണ്ട്. പക്ഷെ നമ്മുടെ പ്രയോറിറ്റീസ് എന്തിനാണ്, ഏത് കാര്യത്തിനാണ് നമ്മുടെ ഹൈ പ്രയോറിറ്റി എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ചില തിരഞ്ഞെടുപ്പുകളെ നടത്തുന്നു. ഇന്ന് മൊബൈൽ ഫോണുകളുടെ അമിതമായ ഉപയോഗം, സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം, യങ്സ്റ്റേഴ്സൊക്കെയും അതിൻ്റെ പിന്നാലെ അവർക്ക് പ്രാർത്ഥിപ്പാനോ വചനം പഠിക്കുവാനോ അല്ലെങ്കിൽ കൂട്ടായ്മകൾക്ക് പോകുവാനോ ഒന്നിനും സമയമില്ലാത്ത അവസ്ഥയുണ്ടാകുന്നു. ഒരു പക്ഷേ നാം ചിന്തിക്കുകയാണെങ്കിൽ ഇന്ന് അങ്ങനെയുള്ള സമയമില്ലായ്മയിൽ നാം വല്ലാത്തൊരു മാനസിക സമ്മർദ്ദത്തിലാണ്, വലിയ പ്രയാസങ്ങൾ നാം നേരിടുന്നുണ്ട്. പക്ഷേ നമുക്ക് എല്ലാത്തിനും ദൈവത്തോട് സമയം ചെലവിടുവാൻ നമുക്ക് സാധിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിൽ. ഒരു പക്ഷേ വിശ്വാസത്തിലേക്ക് ആദ്യം കടന്നു വന്ന നാളുകളായിരിക്കാം. ആ സമയങ്ങളെ നാം വെറുതെ ഒന്ന് അയവിറക്കിയാൽ ആ നാളുകൾ എത്ര നന്നായിരുന്നു. അതിലേക്കൊരു മടങ്ങിപ്പോക്കിന് നമ്മളെല്ലാവരും വാസ്തവമായിട്ടും ആഗ്രഹിക്കാറില്ലേ? ആ ബന്ധമാണ് നമുക്ക് വീണ്ടും പുനഃസ്ഥാപിക്കേണ്ടത്. ഞാൻ ഒരു ചെറുപ്പക്കാരനോട് ഈ അടുത്ത കാലത്ത് സംസാരിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞത്, ഈ ഇന്നത്തെ തലമുറയ്ക്ക് ആലയത്തിൽ പോക്കെന്ന് പറയുന്നത് വെറൊരു ചടങ്ങ് മാത്രമാണ്.
ഒന്നുകിൽ അവർ സൗന്ദര്യ സഭയിൽ ജനിച്ചവരായതുകൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ആവശ്യം കൊണ്ട് വന്നതുകൊണ്ട് അവർ നിലനിൽക്കുന്നു. ആത്മീക തലത്തിലേക്ക് ആരും വളരുന്നില്ല എന്നാണ് ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞ മറുപടി. ഒരുപക്ഷെ അതിന് കാരണം അവരുടെ പ്രയോറിറ്റീസ് ക്രിസ്തുവിലല്ല, ഈ ലോകത്തിലാണ് അവരുടെ പ്രയോറിറ്റീസ്. അതുകൊണ്ടാണ് അവർക്ക് യേശുവിനോട് താല്പര്യം തോന്നാത്തത്. ആ പ്രയോറിറ്റീസ് മാറ്റിയെടുത്താൽ മാത്രമേ ഒരു രൂപാന്തരത്തിന് നമുക്ക് ശരിക്കും ഒരു അവസരം ലഭിക്കുകയുള്ളൂ. ഇസ്രായേൽ മക്കൾക്കും അങ്ങനെ തന്നെയായിരുന്നു. സാർ പറഞ്ഞ കാര്യം വളരെയധികം ശരിയാണ്. നമ്മൾ എന്തിനാണ് കൂടുതൽ നമ്മൾ താല്പര്യം അല്ലെങ്കിൽ അതിന് സമയം കണ്ടെത്തുന്നത് എന്നുള്ളത് വിഷയമാണ്. ഉള്ള ആത്മീയ കാര്യങ്ങൾക്ക് നമുക്ക് സമയം ഇല്ലെന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഇന്ന് ഈ ലോകം. സമയമില്ല എന്നല്ല, നമുക്ക് സമയം കൊടുക്കുവാൻ താല്പര്യമില്ല. താല്പര്യം ആത്മീയ കാര്യങ്ങൾക്ക് സമയം ഇല്ല എന്ന് പറയുമ്പോൾ വ്യക്തിപരമായ ജീവിതത്തിൽ ഓരോരുത്തർക്കും സമയമില്ലെന്ന് അവർ പറയും. അവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. നല്ലൊരു ഉത്തരമാണ്. നമ്മൾ ഇവിടെ യോശുവയുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് അല്പമായിട്ടൊന്ന് നോക്കാം. അവിടെ യോശുവയ്ക്ക് ഇത്രയധികം വലിയ പുരുഷാരത്തെ, വലിയൊരു ജനതയെ നയിച്ചുകൊണ്ടിരിക്കുന്ന ആ വലിയ സമ്മർദ്ദവും ഭാരവും പ്രയാസവും ഒക്കെ ഉണ്ടായിട്ട് പോലും യോശുവ പെസഹ ആചരിക്കണമെന്ന് അവിടെ ആഹ്വാനം ചെയ്യുന്നു. അതിൻ്റെ കാരണം എന്താണ്? ഓക്കെ, പെസഹ എന്നത് ഇസ്രായേൽ മക്കൾ ആദ്യമായി ആചരിക്കുന്നത് അവർ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുന്ന ആ സമയത്താണ്. ആ പെസഹ കുഞ്ഞാടിൻ്റെ രക്തം അവരുടെ വീടുകളിൽ കട്ടളമേലും കുറിപ്പിടിമേലും ഉണ്ടായിരുന്നത് കൊണ്ടാണ് സംഹാരദൂതൻ അവരെ കടന്നുപോയത്. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായി അത് ചെയ്യണമെന്ന് ദൈവം അന്നേ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ തിരിച്ചു വന്ന് ഈ യോർദാൻ കടക്കുന്ന കാര്യത്തിലായാലും കനാൻ പിടിക്കുന്ന സമയത്തൊക്കെയാണ് അതിൻ്റെയൊക്കെ തിരക്ക് ഉണ്ടെങ്കിലും ഈ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചോളം പെസഹ എന്ന് പറയുന്നത് ഒരു പുതിയ തുടക്കമാണ്. അവർ ഒരു പുതിയ ജീവിത അനുഭവത്തിലേക്ക് പോകുമ്പോൾ ആ ദൈവവുമായിട്ടുള്ളതായ ആ ബന്ധത്തെ പുനഃസ്ഥാപിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരു ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ ചർച്ച വളരെ ഗൗരവമായ ഒരു ചർച്ചയാണ് നമ്മൾ തുടരുന്നതായിരിക്കും. മാന്യപ്രേക്ഷകരെ, ആരുമെങ്ങും പോകരുത്. ഇടവേളയ്ക്ക് ശേഷം ഇതാ ഞങ്ങൾ വേഗം എത്തുന്നു. അത്യന്തികമായ വിധേയത്വം എന്നുള്ള ശബത്ത് സ്കൂൾ പാഠപഠനത്തിലേക്ക് മാന്യപ്രേക്ഷകർ ഏവർക്കും വീണ്ടും സ്വാഗതം. യോശുവ പെസഹ ആചരിക്കണമെന്ന് ആവശ്യപ്പെട്ടതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിനെക്കുറിച്ച് തുടർന്ന് പറയുക. പെസഹ എന്നത് അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമാണ്. അവർക്കൊരു അവരുടെ ജീവിത ആരംഭം, അവരുടെ ജീവിതത്തിലെ വർഷത്തിൻ്റെ പുതിയ വർഷം തുടങ്ങുകയാണ്. എല്ലാറ്റിനുമുപരിയായി ദൈവമായിട്ടുള്ള ഒരു ബന്ധം പുതുതായി അവർ സ്ഥാപിക്കുകയാണ്. കാരണം മോശ ചെന്ന് ഫറവോനോട് ആവശ്യപ്പെട്ടതും ദൈവത്തെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കണമെന്നാണ്. അപ്പോൾ ദൈവമായിട്ടുള്ള ഒരു പുതിയ ബന്ധത്തെ കാണിക്കുന്നതാണ് ഈ പെസഹ. അതുമാത്രമല്ല, ഈ പെസഹ എന്ന് പറയുന്ന ഒരു നിഴൽ മാത്രമാണ്. യഥാർത്ഥമായ കുഞ്ഞാട് വരാൻ പോകുന്നു. അതാണ് യോഹന്നാൻ ചൂണ്ടിക്കാണിച്ചത്. യോഹന്നാൻ 1:29 പറയുന്നത്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ആ കുഞ്ഞാടിനെ സൂചിപ്പിക്കുന്നതായ ഈ പെസഹ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ വർഷവും അവർക്കത് ആചരിക്കേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് ആ കുഞ്ഞാടിലേക്ക്, അതായത് കർത്താവ് യേശുക്രിസ്തുവാണ് സകല പാപത്തിൻ്റെയും മോചകൻ എന്നതായ ആ തിരിച്ചറിവ് ഈ ജനത്തിന് ഉടനീളം ഉണ്ടാകേണ്ടതിനാണ്. തിരക്കേറിയ അവരുടെ ഈ രാജ്യങ്ങളെ പിടിച്ചടക്കുന്നതായ സമയത്താണെങ്കിലും ദേശങ്ങൾ വിഭജിച്ചു കൊടുക്കുന്നതായ തിരക്കുണ്ടായിരുന്നപ്പോഴും യോശുവ ഈ കാര്യത്തിൽ മുൻഗണന കൊടുത്ത് അവരെ പെസഹ കഴിക്കുവാൻ പഠിപ്പിച്ചതും ആചരിക്കുവാൻ ഉപദേശിച്ചതും. ദൈവമാണ് അവരെ വിടുവിച്ചത്. ദൈവമാണ് ആ സംഹാരത്തിൽ നിന്ന് അവരെ രക്ഷിച്ചത് എന്ന് ആ ഓർമ്മ പുതുക്കുന്ന ഒരു ആചരണമാണ് പെസഹ. യോശുവ എന്തുകൊണ്ട് ഒരു യാഗപീഠം പണി കഴിപ്പിക്കണമെന്നും ഒരു യാഗം കഴിക്കണമെന്നൊക്കെ അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? നമ്മൾ ഈ അടുത്ത ഭാഗം ചിന്തിക്കുമ്പോൾ യോശുവ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി അത് വെറും ഒരു നിസ്സാരമായൊരു പ്രവൃത്തിയായിരുന്നില്ല. ചില വാക്യങ്ങൾ നമ്മൾ വായിക്കുവാൻ ശ്രമിച്ചാൽ 8-ാം അധ്യായം യോശുവയുടെ പുസ്തകം 30-31 വാക്യങ്ങളിൽ യോശുവ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് ഏബാൽ പർവ്വതത്തിൽ ഒരു യാഗപീഠം പണിതു. യഹോവയുടെ ദാസനായ മോശ ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചതുപോലെയും മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെയും ചെത്തുകയോ ഇരുമ്പ് തൊടുവിക്കുകയോ ചെയ്യാത്ത കല്ലുകൊണ്ടുള്ള ഒരു യാഗപീഠം തന്നെ. അപ്പോൾ മോശ
മോശ പറഞ്ഞ പ്രകാരം, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ എഴുതിയ പ്രകാരം കൃത്യമായ നിർദ്ദേശങ്ങളെ അനുസരിച്ചുകൊണ്ട് ഒരു യാഗപീഠം അവിടെ സ്ഥാപിക്കുക എന്ന പ്രവൃത്തിയിലൂടെ യോശുവ ഒരു പ്രത്യേക സന്ദേശം തൻ്റെ ജനത്തിനെ അറിയിക്കുകയാണ്. അതായത് ദൈവം ആണ് അവർക്ക് സകല വാഗ്ദത്തങ്ങളും നൽകിയത്. ആ വാഗ്ദത്തങ്ങളെ പിതാക്കന്മാർക്ക് കൊടുത്ത ആ ദൈവം ആ വാഗ്ദത്തങ്ങളെ ഇതാ നിവർത്തിച്ചിരിക്കുന്നു. അത് കാണിപ്പാനായി, അത് ജനത്തെ ബോധ്യപ്പെടുത്തുവാനായി അവിടെ എല്ലാവരും കാണുക മോശ നിർദ്ദേശിച്ച പ്രകാരം, ന്യായപ്രമാണത്തിൽ പറഞ്ഞ പ്രകാരം കൃത്യമായി ഒരു വള്ളിപുള്ളി തെറ്റാതെ യോശുവ ആ യാഗപീഠത്തെ അവിടെ നിർത്തുകയാണ്. അപ്പോൾ വാസ്തവത്തിൽ അതെന്തായിരുന്നു? അവരുടെ വിശ്വാസത്തിൻ്റെ, അവർ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു, ദൈവമാണ് അവരെ ഇത്തരണത്തിൽ നടത്തിക്കൊണ്ടുവന്നത്, ഇനിയും ദൈവം തന്നെ നടത്തുക ചെയ്യും എന്നുള്ള വിശ്വാസത്തിൻ്റെ ഒരു ഓർമ്മ സ്തൂപമായിട്ടാണ് ആ യാഗപീഠത്തെ എല്ലാവരും കാണുക അവിടെ നിർത്തുവാൻ തക്കവണ്ണം യോശുവ ഇടയായത്. അത് വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ് യോശുവ പ്രകടിപ്പിച്ചത്. അപ്പോൾ യോശുവ പ്രകടമാക്കിയ ആ വിശ്വാസം തൻ്റെ സഹോദരങ്ങൾ എല്ലാവരും ഏറ്റെടുക്കണം എന്ന താല്പര്യത്തോടു കൂടിയാണ് ആ യാഗപീഠം അവിടെ സകലരും കാണുക ഉയർത്തിയത്. ഇവിടെ ഒരു നല്ല ഉത്തരമാണ്. അതുപോലെ തന്നെ നന്ദി അർപ്പിക്കലിൻ്റെയും കൂടി ഒരു സ്തൂപമാണ് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ തുടർന്ന് നോക്കുമ്പോൾ യോശുവയുടെ പുസ്തകം 8-ാം അധ്യായം 32 മുതൽ 35 വരെയുള്ളതായ വാക്യങ്ങളിൽ അത് എന്താണ് അവിടെ സൂചിപ്പിക്കുന്നതെന്ന് വിവരിക്കാമോ? യോശുവയുടെ പുസ്തകം 8-ാം അധ്യായം 32 മുതൽ നമുക്കത് 1-2 വാക്യം വായിക്കാം. മോശ എഴുതിയിരുന്ന ന്യായപ്രമാണത്തിൻ്റെ ഒരു പകർപ്പ് അവൻ അവിടെ ഇസ്രായേൽ മക്കൾ കാണെ ആ കല്ലുകളിൽ എഴുതി. എല്ലാ ഇസ്രായേലിലും അവരുടെ മൂപ്പന്മാരും പ്രമാണികളും ന്യായാധിപന്മാരും യഹോവയുടെ നിയമപ്പെട്ടകം ചുമന്ന ലേവ്യരായ പുരോഹിതന്മാരുടെ മുമ്പാകെ സ്വദേശിയും പരദേശിയും ഒരുപോലെ പെട്ടകത്തിന് ഇപ്പുറത്തും അപ്പുറത്തും നിന്നു. അവരിൽ പാതിപ്പേർ ഗെരിസീം പർവ്വതത്തിൻ്റെ വശത്തും പാതിപ്പേർ ഏബാൽ പർവ്വതത്തിൻ്റെ വശത്തും നിന്നു. അവർ ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കണമെന്നും യഹോവയുടെ ദാസനായ മോശ മുമ്പേ കൽപ്പിച്ചിരുന്നത് പോലെ തന്നെ അതിനുശേഷം അവർ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും അനുഗ്രഹവും ശാപവുമായ ന്യായപ്രമാണ വചനങ്ങളെല്ലാം വായിച്ചു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ യാഗപീഠം പണിയുന്നത് എന്തിനു വേണ്ടിയാണ്? അതൊരു ആരാധനയുടെ ഓർമ്മപ്പെടുത്തലാണ്. ആരാധന എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടി, അവരുടെ ദൈവം നൽകിയിരിക്കുന്ന ന്യായപ്രമാണം ആവശ്യപ്പെടുന്ന കാര്യങ്ങളിൽ അവരെടുത്തിരിക്കുന്ന നിലപാട്, അതിനോട് അവർ എങ്ങനെ വിശ്വസ്തയോടെ നിലനിൽക്കുന്നു എന്നതൊക്കെ ഇതിലൂടെ അവരെ പഠിപ്പിക്കുക എന്ന വലിയ ഉദ്ദേശം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. വെറുതെ യാഗപീഠം പണിത് യാഗം അർപ്പിച്ചാൽ മാത്രം പോരാ, ആ ന്യായപ്രമാണം എന്താണോ അവരോട് ആവശ്യപ്പെടുന്നത്, ആ ആവശ്യപ്പെടുന്നത് അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നുണ്ടോ എന്നതുകൂടി അവരെ ബോധ്യപ്പെടുത്തേണ്ടത് ആവശ്യമായിരുന്നു. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള ആരാധന, ദൈവത്തോടുള്ള ബന്ധം, ന്യായപ്രമാണത്തോടുള്ളതായ അതിനോടുള്ള നമ്മുടെ സമീപനം എന്തിലും കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞതുപോലെ ആയിരിക്കണം. എല്ലാത്തിലും അവനിൽ ഉവ്വ എന്നും ആമേൻ എന്നും ആയിരിക്കണം. ഇതായിരിക്കണം നമ്മുടെ ഉത്തരം. ഇതിനോട് പാസ്റ്ററിന് ഇതിനെക്കുറിച്ച് കൂട്ടിച്ചേർക്കാൻ പറ്റും. ഈ ഭാഗം ശരിക്കും നമ്മൾ കാണുമ്പോൾ സകല ഇസ്രായേലരെയും ചില ഭാഗങ്ങളിൽ അണിനിരത്തിക്കൊണ്ട് സകലരും കാണുക യോശുവ ആ കല്ലിന്മേൽ മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിലെ കാര്യാദികൾ എഴുതുകയാണ്. എല്ലാവരും കാണുക എഴുതുകയാണ്. എന്തിനാണ് എല്ലാവരും കാണുക എഴുതുന്നത്? അത് ആർക്കും അറിയാത്തത് കൊണ്ടല്ല, അവർക്കൊക്കെ അറിയാം. എന്നാലും അറിയാമായിരുന്ന കാര്യങ്ങളെ എല്ലാവരും കാണുക ആ കല്ലിന്മേൽ എഴുതുവാൻ മോശ ഇടയായതിൻ്റെ പ്രധാനപ്പെട്ട കാരണമുണ്ട്. അത് അവർ എന്താണോ അനുസരിപ്പാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, മോശ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ എന്താണ് സകല ഇസ്രായേലരും പറഞ്ഞത്? നീ പോയി കേൾക്കുക, ഞങ്ങൾ സകലതും എന്ത് ചെയ്തു കൊള്ളാം? അനുസരിച്ചു കൊള്ളാം എന്നവർ പറഞ്ഞ ആ ഒരു വാഗ്ദത്വം അവരെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് സകലരും കാണുക ആ കല്ലിൽ എഴുതുവാൻ ഇടയായതിലൂടെ. നമ്മൾ വേറൊരു തരത്തിൽ പറഞ്ഞാൽ, നമ്മൾ ഓരോ സമയത്തും തിരുവത്താഴ ശുശ്രൂഷയിൽ കൂടി വരാറുണ്ട്. അവിടെ എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവീൻ എന്നാണ്. എന്തിനാണ് നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ഓർമ്മയ്ക്കായി ആ പ്രവൃത്തി ചെയ്യുന്നത്? നമുക്ക് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്നും നമുക്ക് വേണ്ടി സകലത്തെയും ത്യാഗം എന്നും അറിയാത്തത് കൊണ്ടല്ല, പക്ഷെ അതൊരു ഓർമ്മപ്പെടുത്തലാണ്. നാം മറന്നു പോകുന്ന മറവിയുള്ള ഒരു സൃഷ്ടികളാണ്. നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട് പലതും. അപ്പോൾ നമ്മെ ഓർമ്മപ്പെടുത്തുക എന്നത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഒരു ഭാഗമാണ്. ആ ഓർമ്മപ്പെടുത്തലാണ് യോശുവ അവിടെ കാണിച്ചത്. ആ ഓർമ്മപ്പെടുത്തലാണ് നാം പലപ്പോഴും തിരുവത്താഴ ശുശ്രൂഷയിലൂടെ എന്ത് ചെയ്യും? നമുക്ക് വേണ്ടി ക്രിസ്തു മരിച്ചു, നമുക്ക് വേണ്ടി കർത്താവായ യേശു ത്യാഗം ചെയ്തു, നമുക്ക് വേണ്ടി സകലത്തെയും ക്രൂശിൽ ചെയ്തു എന്നുള്ള ആ ഒരു ഓർമ്മ പുതുക്കൽ, അതേ ഓർമ്മപ്പെടുത്തലാണ് യോശുവയും അവിടെ ചെയ്യുന്നത്. അതിലൂടെ ജനങ്ങളെ വീണ്ടും ഉദ്ബോധിപ്പിക്കുകയാണ്. നമുക്കൊരു ദൗത്യമുണ്ട്,
അവകാശമുണ്ട്, ഒരു ഉത്തരവാദിത്വമുണ്ട്. മറ്റ് ജാതികളെ പോലെ അല്ല നമ്മൾ ഓരോരുത്തരും. നമുക്ക് ദൈവത്തോടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അതിനോട് നിങ്ങൾ മുറുകെ പിടിച്ച് ജീവിപ്പീൻ. ആ ഒരു ഓർമ്മപ്പെടുത്തൽ അവരെ വീണ്ടും ബോധ്യപ്പെടുത്തി. ഇവിടെ അത് നല്ല ഒരു ഉത്തരമാണ്. നമുക്ക് നോക്കുമ്പോൾ നമ്മൾ തിരക്കേറിയ ജീവിതം നയിക്കുന്നവരാണ്. അതിൽ പലവിധമായ കാര്യങ്ങളിൽ അതിൽ മുഴുകി ജീവിക്കുന്നവരാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ അതിലേക്ക് നമുക്ക് തിരിച്ചെത്തുന്നതാണ്. മാന്യപ്രേക്ഷകരെ, ആരുമെങ്ങും പോകരുത്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ ഇതാ വേഗം എത്തുന്നു. അത്യന്തികമായ വിധേയത്വം എന്നുള്ള സബ് സ്കൂൾ പാഠപഠനത്തിലേക്ക് മാന്യപ്രേക്ഷകരെ ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ തിരക്കേറിയ ജീവിതം നയിക്കുന്നവരാണ്. ഒന്നിനും സമയമില്ല. അപ്പം പല അപ്പോയിൻമെൻറ്റ്സാണ്. അപ്പോയിൻമെൻറ്റ്സ് എല്ലാം മീറ്റ് ചെയ്യാനായിട്ട് കിടന്നുകൊണ്ട് പെടാപ്പാട് പാടുന്നതിൻ്റെ അതിൻ്റെ ഇടയിൽ ദൈവത്തെ നമ്മൾ മറന്നു പോകുന്നുണ്ടോ? അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റുമോ? ഇത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സമയത്തും ഈ പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തു അതിനെ നല്ല ഭംഗിയായി അതിനെ അഡ്രസ്സ് ചെയ്തത്. എന്താ പറഞ്ഞത്? എന്ത് തിന്നും എന്ത് ഉടുക്കും എന്ന് നിങ്ങൾ മറ്റുള്ളവരെ പോലെ വിചാരപ്പെടരുത്. എന്നിട്ട് യേശു പറയുകയാണ്, എന്താണ്? ശരീരം ഉണ്ടെങ്കിൽ മതിയല്ലോ, ജീവൻ ഉണ്ടെങ്കിൽ മതിയല്ലോ ആഹാരം, ശരീരം ഉണ്ടെങ്കിൽ മതിയല്ലോ വസ്ത്രം. അപ്പോൾ ജീവനുള്ള കാര്യത്തെക്കുറിച്ച് ആദ്യമേ അന്വേഷിപ്പീൻ. അതാണ് നമ്മുടെ മനപ്പാഠവാക്യം. മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, പിന്നെ ഇതെല്ലാം കിട്ടും. ഈ ചിന്ത ഉണ്ടെങ്കിൽ എത്ര തിരക്കാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം നമ്മൾ ദൈവത്തിന് കൊടുക്കും. ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കണമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പലപ്പോഴും നമ്മൾ ആ സ്ഥാനം കൊടുക്കാതിരിക്കുന്നത് നമ്മൾ ദൈവീക ചിന്ത വിട്ട് ലോകപരമായി ചിന്തിക്കാൻ തുടങ്ങുന്നത് കൊണ്ടാണ്. ആ ലൗകികരെ പോലെ, അതായത് മറ്റുള്ളവരിൽ നിന്ന് നമുക്കും വ്യത്യാസമില്ലാത്ത രീതിയിൽ നമ്മൾ ജീവിക്കാൻ ആകുമ്പോഴാണ് ഇതൊക്കെ നമ്മൾ മറന്നു പോകുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പ്രയോറിറ്റി, നമ്മുടെ ഉത്തരവാദിത്വം ആദ്യം നമ്മൾ കൊടുക്കുന്നത് ദൈവത്തിന് കൊടുക്കാനുള്ളത് ദൈവത്തിന് കൊടുക്കുക തന്നെ ചെയ്യും. അത് ഏത് കാര്യത്തിലായാലും, ആരാധനയുടെ കാര്യത്തിലായാലും ശരി, ദശാംശത്തിൻ്റെ കാര്യത്തിലായാലും ശരി, ഏത് കാര്യത്തിലായാലും ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കുക തന്നെ ചെയ്യും. അതോടൊപ്പം തന്നെ ഈ തിരക്കേറിയ ജീവിതത്തിൽ അന്ന് ഇസ്രായേൽ മക്കൾക്ക് അവിടെ കൊടുത്തിരുന്നത് എന്താണ്? പെസഹയാണ്. എന്നാൽ കർത്താവ് എന്ത് ചെയ്തു? ആ പെസഹയെ മാറ്റി. പകരം യേശുവിൻ്റെ ഓർമ്മയ്ക്കായി അത് നമ്മൾ ഇന്ന് അതിന് തിരുവത്താഴ ശുശ്രൂഷ എന്ന് പറയുകയാണ്. ആ തിരുവത്താഴ ശുശ്രൂഷയിൽ എന്താ നടക്കുന്നത്? നമ്മളെ വീണ്ടും സമർപ്പിക്കുകയാണ്. സാധാരണ ആളുകൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഈ തിരുവത്താഴം എന്ന് പറയുന്നത് വിശുദ്ധന്മാർക്കുള്ളതാണ്. പക്ഷേ നമ്മൾ ആ ഭാഗം പഠിച്ചാൽ മനസ്സിലാവുന്നത് അത് പാപികൾക്ക് വേണ്ടിയുള്ളതാണ്. പാപികൾ വീണ്ടും സമർപ്പിക്കപ്പെട്ട് പാപത്തിൽ തുടരാതിരിക്കാനാണ് തിരുവത്താഴ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. ഒരാൾ തിരുവത്താഴ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ അവൻ പാപത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്നു എന്നതിന് തെളിവാണ്. അപ്പോൾ ഇതൊരു വീണ്ടും സമർപ്പണമാണ്, റീകോൺസിക്രേഷനാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ തിരുവത്താഴ ശുശ്രൂഷ ഒരു അളവുകോലാണ്. നാം വിശ്വാസത്തിലാണോ ജീവിക്കുന്നത് എന്നതിൻ്റെ ഒരു അളവുകോലായി നമുക്ക് ആ ശുശ്രൂഷയെ കാണാം. അതായത് ദൈവത്തോട് നമ്മൾ എത്രമാത്രം വിധേയപ്പെട്ടിട്ടുണ്ട് എന്നതിൻ്റെ ഒരു തെളിവാണ് നമ്മൾ തിരുവത്താഴ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. അപ്പം നമ്മൾ തിരുവത്താഴ ശുശ്രൂഷയിൽ എല്ലാവരും പങ്കെടുക്കണം. തീർച്ചയായിട്ടും. വിശ്വാസികളെങ്കിൽ, അല്ലെങ്കിൽ വിശ്വാസിയാണെങ്കിൽ നീ അതിൽ നിന്ന് മാറി നിൽക്കരുത്, നിൽക്കുവാൻ പാടില്ല. അപ്പോൾ മാന്യ പ്രേക്ഷകരോട് പറയാനുള്ള ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, നിങ്ങൾ തിരുവത്താഴ ശുശ്രൂഷ അത് നിങ്ങൾ കൈക്കൊള്ളണം. അത് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവീനെന്ന് കർത്താവായ ദൈവത്തെ ഓർമ്മപ്പെടുത്തി ജീവിക്കുന്ന ഒരു വലിയ ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷയാണ്. അപ്പോൾ കാനാൻ ദേശത്തിലേക്ക് ഇസ്രായേൽ ജനങ്ങൾ അവിടെ എത്തിച്ചേർന്നു. യോശുവ ജനങ്ങൾക്ക്, എല്ലാ ഗോത്രങ്ങൾക്കും, ലേവി ഗോത്രത്തിന് മാത്രം സ്ഥലം അനുവദിച്ചില്ല, ബാക്കി എല്ലാ ഗോത്രങ്ങൾക്കും ആ പ്രദേശങ്ങൾ അവിടെ അനുവദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അതെല്ലാവർക്കും പങ്കിട്ട ശേഷമാണ് യോശുവയുടെ ആ തിമ്നത്ത് സിറ എന്ന് അറിയപ്പെടുന്നതായ ദാറ്റ് വിച്ച് വാസ് ലെഫ്റ്റ് ഔട്ട് അവശേഷിച്ചത്. അപ്പം ആ രീതി ഒരു ശരിയായ രീതിയാണോ ഇന്നത്തെ ഈ ആധുനിക ലോകത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെച്ച് നോക്കുമ്പോൾ ശരിയായ രീതിയാണ്? ഇന്നത്തെ രീതികൾ വെച്ച് നോക്കിയാൽ ഒരിക്കലും നമുക്കത് അംഗീകരിക്കുവാൻ സാധിക്കത്തില്ല. പൊതുവേ ഇന്ന് ആദ്യം എനിക്കുള്ളത് എടുത്തതിന് ശേഷമായിരിക്കും നാം പലപ്പോഴും മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാനുള്ളൊരു മനസ്സുണ്ടാവുക. എന്നാൽ ഇവിടെ യോശുവ പ്രകടമാക്കുന്ന ആ ഒരു പ്രവൃത്തി അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ വലിയൊരു മൂർത്തിഭാവത്തെ കാണുവാൻ കഴിയുകയാണ്. പ്രത്യേകിച്ചും ആ ഒരു ഭാഗം നമ്മൾ പരിശോധിക്കുമ്പോൾ യോശുവയുടെ പുസ്തകം 18-ാമത്തെ അധ്യായം 1 മുതൽ 2 വരെ ഈ ദേശക്കാർക്ക് സകല ഗോത്രങ്ങൾക്കും പ്രദേശങ്ങളെ വിഭാഗിച്ചു കൊടുക്കുന്നു. ഒടുവിൽ നാം പരിശോധിക്കുമ്പോൾ സമാഗമന കൂടാരം ഒത്ത മധ്യത്തിൽ
വരുന്നു. അവിടെ എന്താണ് കാണുന്നത്? 18:1-2 അനന്തരം ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവനും ശീലോവിൽ ഒന്നിച്ചുകൂടി അവിടെ സമാഗമന കൂടാരം നിർത്തി എന്നാണ്. അപ്പോൾ കൂടാരം എന്നത് വാസ്തവത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഞാൻ നിങ്ങളുടെ മധ്യേ വസിക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ആലയം പണിയണം. അന്ന് ആ കാലങ്ങളിൽ ഇന്നുള്ളതുപോലെയുള്ള ഒരു ബിൽഡിംഗ് അല്ല, മറിച്ച് ഒരു സഞ്ചരിക്കുന്ന ആലയമാണ്, ട്രാവലിംഗ് സാങ്ച്വറിയാണ്. അപ്പോൾ അവിടെ ശീലോവിൽ അവർ ആ കൂടാരം അടിക്കുന്നു. ആ കൂടാരം വാസ്തവത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് അവർക്ക് വാഗ്ദത്തം ചെയ്തത്. ആ കൂടാരം ദൈവം അവരുടെ മധ്യേ വസിക്കുന്നു എന്നതിന് തെളിവാണ്. അപ്പോൾ വാസ്തവത്തിൽ ഈ ജനങ്ങൾക്കൊക്കെ തന്നെ അവർ 4 ദിക്കിലായിട്ട് അവർ പാളയം ഇറങ്ങുന്നു. ഒത്ത നടുവിൽ സമാഗമന കൂടാരം. ഓരോ ദിവസവും അവരാദ്യം ഇറങ്ങി കാണുന്നത് കൂടാരത്തെയാണ്. അവരാരെ കാണുന്നു? കൂടാരത്തെ കാണുമ്പോൾ ആദ്യം കാണും ദൈവത്തെയാണ്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ നിമിഷവും ഓരോ ദിവസവും ദൈവത്തെ കണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ആ ദിവസം മുഴുവനും ദൈവത്തിൽ ജീവിക്കണം. എങ്കിൽ മാത്രമേ ഈ ലോകമാകുന്ന യുദ്ധക്കളത്തിൽ പിശാചിനെ ജയിച്ച് ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അതുതന്നെയാണ് യോശുവയും ആഗ്രഹിച്ചത്. നിങ്ങൾ എപ്പോഴും ദൈവത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ട് യേശുക്രിസ്തുവിനെ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ഓട്ടം നിങ്ങൾ സ്ഥിരതയോടെ ഓടി പൂർത്തിയാക്കണം. ആ ഒരു ദൗത്യമാണ് ദൈവത്തിന് ഉത്തമമായ സ്ഥാനം. അവരുടെ ജീവിതത്തിലെ മധ്യഭാഗത്ത് തന്നെ അവിടെ കൂടാരത്തെ നിർത്തിയതിലൂടെ ദൈവത്തിന് അവർക്കുള്ള പ്രഥമമായ പ്രാധാന്യത്തെ യോശുവ വിളിച്ചറിയിപ്പാനും അത് നോക്കി കണ്ട് ജീവിച്ചു പോന്നാൽ ഒരിക്കലും ഈ ലോകത്തിൽ നമ്മെ ആരും പരാജയപ്പെടുത്തില്ല. നാം ഉറപ്പായും ദൈവത്തിൻ്റെ ശ്രേഷ്ഠ ജനമായി എന്നേക്കും നിലനിൽക്കും. ആ ഒരു മെസ്സേജാണ് യോശുവ അതിലൂടെ അവർക്ക് കൊടുത്തത്. നമ്മൾ ഒരു കാര്യം നോക്കുമ്പോൾ ഈ സമാഗമന കൂടാരത്തെക്കുറിച്ച് ഇപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി. ഈ സമാഗമന കൂടാരം നമ്മൾ നോക്കുമ്പോൾ ഇല്ലാത്ത അവസ്ഥയിൽ ഈ ഭൂമിയിൽ നമ്മൾ എങ്ങനെ ദൈവത്തിൻ്റെ ആ സാന്നിധ്യം നമ്മൾ അനുഭവിക്കും. ഒരു മനുഷ്യനോട് പറഞ്ഞു, ഞാൻ പള്ളിയിൽ ഷൂ ഇടുന്നത് ഭൂമിയിൽ സമാഗമന കൂടാരം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഷൂ ഇടുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്ക് പറയാനുള്ള കാര്യം എന്നു പറഞ്ഞാൽ, ഭൂമിയിൽ സമാഗമന കൂടാരം ഉണ്ടോ ഇല്ലയോ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ നീ ചെരുപ്പ് അഴിച്ചു വെക്കണമെന്ന് മോശയോട് ആവശ്യപ്പെട്ടത് ഇന്നും നമുക്കത് ബാധകമാണ്. നല്ലൊരു ചർച്ചയായിരുന്നു. ഒരു വാക്ക് നമുക്ക് ഡോണി സാറുമായിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ പാഠപഠനത്തിൽ പങ്കെടുക്കുവാൻ ഞങ്ങളെ സഹായിച്ചതിന് നന്ദി പറയുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. തിരുനാമത്തിന് ജീവിക്കാൻ സഹായിക്കണം. സകലതും യേശുനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഇത്രയും നേരം സ്റ്റുഡിയോയിൽ കടന്നു വന്ന് നല്ല ആശയങ്ങൾ പങ്കുവച്ച ദൈവദാസന്മാർക്ക് നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. മാന്യപ്രേക്ഷകരെ, ഭൂമിയിൽ സമാഗമന കൂടാരം ഇല്ല, എന്നാലും ദൈവത്തിൻ്റെ സാന്നിധ്യം എവിടെയും എല്ലായിടത്തും ഉണ്ട്. അവൻ്റെ പേരിൽ എവിടെ 2-3 പേര് കൂടി വരുന്നോ അവൻ്റെ മധ്യയിൽ ഞാൻ വസിക്കും അല്ലെങ്കിൽ കടന്നു വരുമെന്ന് ദൈവം പറയുന്നു. ആ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നാം ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് തയ്യാറാകാം. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.